ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട അതുല്യ ശേഖറിൻ്റെ ഭർത്താവ് സതീഷിനെ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വലിയതുറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള മുനീർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സർ, ഇപ്പോൾ സതീഷിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സതീഷിന് ജാമ്യം, ഇടക്കാല ജാമ്യമാണ്. മുൻകൂർ ജാമ്യ ഹർജി നമ്മൾ ഫയൽ ചെയ്തിരുന്നു. അതിൽ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സതീഷ് ഇന്നലെ രാത്രിയിൽ നാട്ടിലേക്ക് തിരിച്ചത്. ഇന്ന് വെളുപ്പിന് തന്നെ തിരുവനന്തപുരത്ത് എത്തിയത്. ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ജാമ്യ വ്യവസ്ഥകളിൽ ജാമ്യത്തിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ, അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ 2 ആൾ ജാമ്യം, 2 ലക്ഷം രൂപ വരുന്ന 2 ജാമ്യക്കാരെ വെച്ചിട്ടുള്ള ജാമ്യത്തിൽ വിട്ടയക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിൽ പറയുന്നത്. കൊല്ലം ജില്ലാ കോടതിയാണല്ലോ ഈ ജാമ്യം അനുവദിച്ചത്. എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വാദങ്ങൾ? ഞാനല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ അഭിഭാഷകൻ. അഡ്വക്കേറ്റ് സി പ്രതാപൻ പിള്ള സാറാണ്, കൊല്ലത്തെ സീനിയർ അഭിഭാഷകനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അയൽവാസിയാണ്. അങ്ങനെയാണ് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയില്ല അല്ലേ? മാത്രമല്ല, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്ന ഒരു കേസിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നത് ശരിയല്ല. നേരത്തെ തന്നെ ഷാർജയിൽ വെച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. അപ്പോൾ ഇതൊരു സൂയിസൈഡ് ആണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ ലഭിച്ചതും സഹോദരി അഖിലേക്ക് അത് കൈമാറിയതും. ദുബായിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ സൂയിസൈഡ് ബൈ ഹാങ്ങിങ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് നമ്മൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. നിലവിൽ കേസ് ഇപ്പോൾ കരുനാഗപ്പള്ളി തന്നെ ASP ആയിട്ടുള്ള അഞ്ജലി ഭാവനയാണ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ഇവിടെ നിന്ന് അടുത്ത പ്രൊസീജിയർ എന്തായിരിക്കും? ഇപ്പോൾ ഇത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വിട്ടയക്കാമെന്നുള്ളതാണോ? അതെ, അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് എങ്കിൽ അദ്ദേഹത്തിനെ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിൽ പറയുന്നത്. ഇത് ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പ്രതിയെ പോലീസ് അന്വേഷണത്തിന് വിളിച്ചാൽ സഹകരിക്കും, ആ തലത്തിലാണോ ഇത് കാര്യങ്ങളെല്ലാം? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് സതീഷ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വന്നത് തന്നെ. കൊല്ലം ജില്ലാ കോടതി മുമ്പാകെ ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്നത് തന്നെ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്ത് തരത്തിലുള്ള അന്വേഷണത്തിനും അദ്ദേഹം തയ്യാറാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടക്കാല ജാമ്യമാണ് സതീഷിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നിന്നും കൊല്ലത്തു നിന്നും ചവറ പോലീസ് എത്തി ഇവിടെ നിന്നും അദ്ദേഹത്തെ കൈമാറി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സതീഷിനെ പുറത്തു പോകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വക്കീൽ സൂചിപ്പിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.